മുണ്ടക്കായി ഉരുൾപൊട്ടലിൽ കുടുംബത്തെയും വാഹനാപകടത്തിൽ പ്രതിശ്രുതവരനെയും നഷ്ടപ്പെട്ട ചൂരൽമലയിലെ ശ്രുതി അതിജീവനത്തിന്റെ പാതയിലാണിപ്പോൾ. ആശുപത്രി വിട്ട ശേഷം കൽപ്പറ്റയിലെ വാടക വീട്ടിൽ വിശ്രമത്തിൽ കഴിയുന്ന ശ്രുതി ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ ഷോയിൽ മനസ്സ് തുറന്നു. ജെൻസൺ ആഗ്രഹിച്ചതുപോലെ ജീവിക്കാൻ ശ്രമിക്കും എന്ന് ശ്രുതി പറയുന്നു. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ശ്രുതി ആശുപത്രി വിട്ട ശേഷം അമ്പിലേരിയിലെ വാടക വീട്ടിൽ ബന്ധുക്കൾക്കൊപ്പമാണ് താമസിക്കുന്നത്. ജെൻസൺ ആഗ്രഹിച്ചതുപോലെ ജീവിക്കുമെന്ന് ശ്രുതി. ജെൻസന്റെ കുടുംബം തനിക്കൊപ്പം എപ്പോഴുമുണ്ട്. തന്റെ ബന്ധുക്കളും കൂടെയുണ്ടെന്ന് ശ്രുതി പറഞ്ഞു. ഞാൻ ആഗ്രഹിക്കുന്നത് നല്ലൊരു ജീവിതം. ഇച്ചാൻ ആഗ്രഹിക്കുന്ന പോലെ എന്താണോ അതേമാതിരി ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത് നിന്നാൽ മതി. എനിക്ക് എല്ലാവരും ചെയ്തു തരുന്നുണ്ട്. ജെൻസന്റെ വീട്ടുകാർ ഏറ്റവും കൂടുതൽ എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. അതേപോലെ എൻ്റെ വീട്ടുകാരാണെങ്കിൽ എൻ്റെ കൂടെ ഒപ്പം നിൽക്കുന്നുണ്ട്. എനിക്ക് ഇന്നേ വരെ ഒരു കുറവും വരുത്താണ്ട് എന്നെ നല്ല രീതിക്ക് അവർ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ആശുപത്രിയിൽ പോകാൻ സൗകര്യം കണക്കിലെടുത്താണ് അമ്പിലിയിൽ താമസിക്കുന്നത്. അല്ലെങ്കിൽ ജെൻസന്റെ വീട്ടിലേക്കായിരുന്നു പോകേണ്ടിരുന്നത്. ടി സിദ്ദിഖ് MLA അടക്കമുള്ളവരുടെ പിന്തുണയെക്കുറിച്ചും ശ്രുതി 24 മോർണിംഗ് ഷോയിൽ മനസ്സു തുറന്നു. ഇപ്പം ഞങ്ങൾ റെൻറ്റിന് വീട് എടുത്തിട്ടുണ്ട്. അവിടെയാണ്, കൽപ്പറ്റയിൽ തന്നെയാണ്. അപ്പോൾ കുറച്ചും കൂടെ സൗകര്യം ഇവിടെയാണ്. ഹോസ്പിറ്റലിൽ പോയിട്ട് വരാനുള്ളതിന് കൊണ്ട് ഇവിടെ തന്നെ നിൽക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ ജെൻസന്റെ വീട്ടിലോട്ടായിരുന്നു പോവേണ്ടത്. സാറും ഭയങ്കര സപ്പോർട്ടിംഗ് ആണ്. എല്ലാത്തിനും കൂടെ നിൽക്കുന്നുണ്ട്. ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് തന്നെ ചെയ്തു തരുന്നുണ്ട്. ശ്രുതിയുടെ തുടർ ജീവിതത്തിന് എല്ലാ പിന്തുണയും 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ വാഗ്ദാനം ചെയ്തു. കഴിഞ്ഞ മാസം 10-ന് കൽപ്പറ്റയിലുണ്ടായ വാഹനാപകടത്തിലാണ് ജെൻസൺ മരിച്ചത്. മാതാപിതാക്കളെയും സഹോദരിയെയും ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ ശ്രുതിക്ക് നഷ്ടമായിരുന്നു. 24 വയനാട്. അപ്പോൾ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികളുണ്ടായാലും എന്തൊക്കെ സംഭവിച്ചാലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറയുന്നത് അത്രമാത്രം പോസിറ്റീവായിട്ടൊരു കാര്യമാണല്ലേ. നമ്മുടെയൊക്കെ അതിന് എല്ലാ സപ്പോർട്ടും നമ്മളുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകും. ശ്രുതിക്കുണ്ടായ പോലുള്ള ദുരന്തം അത് ഓർക്കാൻ കൂടി പറ്റുന്നില്ല അല്ലേ. ഒന്നിനു പിറകെ ഒന്നായ ദുരന്തങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ അപ്പോഴും പറയുന്നു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം, ജെൻസൺ ആഗ്രഹിച്ചതുപോലെ ജീവിക്കാൻ ശ്രമിക്കുമെന്നൊക്കെ ശ്രുതി വളരെ പോസിറ്റീവായിട്ടാണ് ജീവിതത്തെ നോക്കിക്കാണുന്നത്. ഹാറ്റ്സ് ഓഫ്.